ഇന്ന് ആളുകൾ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്ന ഒരു പ്രശ്നമാണ് തലവേദന, ശക്തമായ തലവേദന, അതുപോലെ മൈഗ്രെയിൻ പോലെയുള്ള പ്രശ്നങ്ങൾ. അപ്പോൾ അതിനൊരു എളുപ്പ വഴിയാണ് ഞാൻ പറഞ്ഞത്, അത് മാറാനുള്ളൊരു എളുപ്പ വഴി. എൻ്റെ കയ്യിലിരിക്കുന്ന ഈ ഒരു ഐറ്റം കുടിച്ചാൽ മതി, നിങ്ങളുടെ എത്ര ശക്തമായ തലവേദന ഉണ്ടെങ്കിലും മൈഗ്രെയിൻ പോലെയുള്ള അവസ്ഥകളൊക്കെ ഉണ്ടെങ്കിലും മാറിക്കിട്ടും. അപ്പം ഇത് കട്ടൻ ചായയാണ്, തെറ്റിദ്ധരിക്കരുത്, വേറെ സംഭവമൊന്നുമല്ല. അപ്പോൾ ഇതെങ്ങനെയാണ് കുടിക്കുന്നത് എന്നുകൂടി ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, കട്ടൻ ചായ ഉണ്ടാക്കാനൊക്കെ എല്ലാവർക്കും അറിയായിരിക്കും, അത് പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പം ഏകദേശം ഒരു ലൈറ്റ് കട്ടൻ ചായ, ഒരുപാട് കട്ടിയൊന്നും ആവേണ്ട, ഒരു ലൈറ്റ് കട്ടൻ ചായ ഉണ്ടാക്കിയെടുക്കുക. എന്നിട്ട് നമുക്ക് അതിൻ്റെ കൂടെ അത്യാവശ്യം വേണ്ട സാധനം നമ്മുടെ വീട്ടിലൊക്കെ ഉപയോഗിക്കുന്ന ഉപ്പാണ് വേണ്ടത്. ഇപ്പോൾ കട്ടൻ ചായ ഉപ്പ് മാത്രമാണ് ഇതിനുപയോഗിക്കുന്നത്. ഇത് ഇത്രയും ഉപ്പൊന്നും ആവശ്യമില്ല, നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നമ്മളെടുക്കുന്ന അളവിനനുസരിച്ച് ഉപ്പിടുക. ഈ അത്യാവശ്യം ചൂടുള്ളൊരു കട്ടൻ ചായ എടുക്കുക. അതിലേക്ക് ഞാനിപ്പോൾ ഏകദേശം ഒരു 2 പിഞ്ചോളം ഉപ്പിടുന്നുണ്ട്. ഇത് ഉപ്പിടുക. എന്നിട്ട് ഈ കട്ടൻ ചായ ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. കട്ടൻ ചായ ഒരിക്കലും ആറ്റാൻ ശ്രമിക്കരുത്, അറിയാമല്ലോ, ഒരു വേറൊരു പാത്രത്തിൽ നിന്ന് വേറൊരു പാത്രത്തിലോട് ഒഴിക്കാൻ ശ്രമിക്കരുത്, കാരണം അത് കയ്പ്പ് കൂടും. ഇനി നമുക്കിത് സുഖമായിട്ട് കുടിക്കാം. ഈ കട്ടൻ ചായ മതി നിങ്ങളുടെ എത്ര കട്ടിയുള്ള തലവേദനയാണെങ്കിലും മൈഗ്രെയിൻ ആണെങ്കിലും പെട്ടെന്ന് മാറാനുള്ള ഒരു സൊല്യൂഷനാണ്. അപ്പോൾ എങ്ങനെ കുടിക്കുന്നതെന്ന് വെച്ചാൽ അതിങ്ങനെ സിപ്പായിട്ട് കുടിക്കുക. ഉപ്പ് ചേർത്ത് കുടിക്കുന്നത് ഏറ്റവും നല്ലതാണ്, പ്രത്യേകിച്ച് നമ്മുടെ പല്ലിനുമൊക്കെ ഏറ്റവും നല്ല സംഭവം ഈ ഉപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ കട്ടൻ ചായയിൽ ഉപ്പിട്ട് കുടിക്കുന്നത് ഒരു ശീലമാക്കാൻ ശ്രമിക്കുക. മൈഗ്രെയിനൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരുപാട് ഉപകാരപ്പെടും. അപ്പം പുതിയൊരു അറിവാണ് എങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതല്ല പുതിയൊരു അറിവല്ല, ഇത് നിങ്ങൾക്ക് നേരത്തെ അറിയാം, ഇതിലും ബെറ്റർ ഓപ്ഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ഞങ്ങളുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ ശ്രമിക്കുക. ഒപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ